ഹായ്, ഇന്നൊരു നേപ്പാളി ഡിഷ് ആയാലോ? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കറിക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ പൊട്ടാറ്റോ വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കറിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പില, 5 ഉള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്, 1 കപ്പ് പുളിയില്ലാത്ത തൈര്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 2 മുഴുവൻ മുളക്, 3 ടീസ്പൂൺ കസ്തൂരി മേത്തി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ പീസസ് ആക്കാം. ഞങ്ങളിവിടെ ഉടച്ചെടുക്കുകയാണ്. ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റാം. പൊട്ടാറ്റോയുടെ അളവ് കുറച്ചാലും കുഴപ്പമില്ല, ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പുളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്നതിനാണ്. എണ്ണ ചൂടാകുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കാം. ഉലുവ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം മറക്കില്ലല്ലോ അല്ലേ? ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഉള്ളി വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടി ഇട്ടു കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായി നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു നേപ്പാളി ഡിഷാണെന്ന്. ഇതിൻ്റെ ശരിക്കത്തെ പേര് ചൗക്കനി എന്നാണ്, പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം ഈ മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കേർഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളിത് ചോറിൻ്റെ ഒപ്പമാണ് കഴിച്ചത്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പുളിയുള്ള തൈരെടുത്താൽ ടേസ്റ്റ് ഉണ്ടാകില്ല. അതിനുശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് എല്ലാത്തിലേക്കും യോജിപ്പിച്ചു കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ റെസിപ്പി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ പറയണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.